അല്ല, എനിക്കൊരു ഡൗട്ട്. ഇത് എനിക്ക് മാത്രമാണോ ഇത് പറഞ്ഞത്? അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പറഞ്ഞാണ്? അതായത് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കാന്ന് വിചാരിച്ചോ. ഏതൊരത് ഒരു ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ. അത് നമ്മൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന സമയമായിരിക്കും. അല്ല അത് വാങ്ങിച്ചെന്നിരിക്കും. ഇത് എങ്ങനെയാണ് ഇവന്മാർക്ക് അറിയുന്നറിയില്ല. ഇവന്മാർ കുറെ പേര് ഈ മ്യൂച്വൽ ഫണ്ട്സ്, ഈ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റും പറഞ്ഞ് നിങ്ങള് ഈ ഫോണ് 1,70,70,000 ആണെങ്കിൽ ഇതിനൊരു മാസം ഇഎംഐ നിങ്ങൾ 7,000 ആണ് അടയ്ക്കണത്. ഈ അടയ്ക്കുന്നത് പകരം നിങ്ങൾ ഇന്നൊന്ന് ചെയ്തിരുന്നെങ്കില് നിങ്ങൾക്ക് 40,00,000 കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കോ? ഇങ്ങനെ പറഞ്ഞാണ് വീഡിയോ തുടങ്ങുന്നത്. നമ്മൾ വിചാരിക്കും 40,00,000 എങ്ങനെയാണ്? അപ്പൊ പിന്നെ നോക്കുമ്പളാണ് 15 വർഷത്തിന് നമ്മൾ 7,000 7,000 വെച്ച് അടച്ചാ, നമ്മൾ കെട്ടുന്ന 35നെക്കാട്ടിലും അത് 40 45 ലക്ഷമായിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടും. എനിക്കൊരു ഡൗട്ട്. ഞാൻ ഇന്ന് ഒരു സാധനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു. ആ സാധനം ഞാൻ 10 വർഷം കഴിഞ്ഞ് വാങ്ങിച്ചിട്ട് അതിന് എന്താ കാര്യം? ആ സമയം അവര് ജീവിച്ചിരിപ്പുണ്ടോ? അല്ല ചത്തുപോകുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച സാധനം ആ സമയങ്ങളിൽ മേടിക്കുക. അപ്പൊ ദയവ് ചെയ്ത് ഈ സ്റ്റോക്ക് മാർക്കറ്റുള്ള ആൾക്കാരോ, ഫിനാൻസുള്ള ആൾക്കാർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ നമ്മളെ പോലപ്പെട്ട ആൾക്കാർ നമ്മളൊരു കൊതിച്ചൊരു സാധനം വാങ്ങിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ വീഡിയോസ് ഒക്കെ വരുന്നത്. അത് എങ്ങനെയോ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം പ്രകാരമാണ് വരുന്നത്. അപ്പോൾ ആൾറെഡി നമ്മൾ കൺഫ്യൂസ് സ്റ്റേറ്റിലിരിക്കണം. ഇത്രയും രൂപ കൊടുത്ത് മേടിക്കണോ? ആ സമയമായിരിക്കും നിങ്ങളുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ആഗ്രഹവും നടക്കൂല്ല. നിങ്ങൾ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഏറാനും ഇടാൻ പോണില്ല. ആകെ മൊത്തം ഒന്നും നടക്കാൻ പോണില്ല. അത് കാരണം എന്റെ പൊന്ന് ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ ഞങ്ങക്കത് വരാത്ത രീതിയിൽ നോക്കിക്കൊള്ളണേ. ഇത് എനിക്ക് മാത്രമാണോ ഇല്ല നിങ്ങൾക്കും ഉണ്ടോന്ന് കൂടിയൊന്ന് താഴെ കമന്റ് ചെയ്തേര്. ഓക്കെ. ബൈ.